വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്ന് നമുക്ക് ആ ഒരു അടിപൊളി മീൻകറി തയ്യാറാക്കിയാലോ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് തയ്യാറാക്കുന്ന ഒരു അടിപൊളി മീൻകറിയാണ് നമ്മുടെ ചെമ്മീൻ കറി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ല അടിപൊളി ചെമ്മീൻ കറി. എനിക്ക് വായോ. ചെമ്മീൻ കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉലുവയും ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കടുക് ഇട്ട് പൊട്ടിക്കുക കേട്ടോ. ഉലുവയും കടുകും പൊട്ടിയതിന് ശേഷം 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ചതച്ചതാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഇതെല്ലാം കൂടി ഒരു പിടി. ഇതുപോലെ വഴറ്റിയെടുക്കണേ. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചക്കുത്തൊക്കെ നന്നായിട്ട് മാറണം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 പുളിയുള്ള തക്കാളിയാണ് കേട്ടോ. ഓവർ പുളിയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ നോക്കിയെടുക്കണം കേട്ടോ. ഇത് അത്യാവശ്യത്തിനുള്ള പുളിയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് കുക്കാവട്ടെ. ഞാനൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് തുറന്ന് നോക്കാമേ. തക്കാളിയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കുടംപുളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമുക്കൊന്ന് മൂടി വയ്ക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. മൂടി വെച്ച് നമുക്കിനി കുക്ക് ചെയ്യാം കേട്ടോ. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്നും കൂടി തിളച്ച് ഒന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലല്ല കേട്ടോ. ഇതും കൂടി ചേർത്താലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. നല്ല അടിപൊളി തേങ്ങാപ്പാൽ ഒഴിച്ച ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ. ഇത് പിറ്റേ ദിവസത്തേക്കാണ് കുറച്ചും കൂടി നന്നാവുക. നമ്മൾ സാധാരണ മീൻ കറി വെച്ചാലും പിറ്റേ ദിവസത്തേക്ക് അത് എടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുക. കറക്റ്റ് ഉപ്പും മുളകും പുളിയും എല്ലാം പിടിക്കും. അപ്പോഴേ എന്തായാലും ഇപ്രാവശ്യം ചെമ്മീൻ വാങ്ങുമ്പോൾ അത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റ് ഐറ്റമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്കും ഷെയറും അതുപോലെ കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി ബിസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു പുതിയ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.